അബോർഷൻ നടക്കാനുള്ള കാരണങ്ങൾ സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അബോർഷൻ നടക്കാൻ സാധ്യതയുണ്ടോ? ഫീമെയിൽസിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം അബോർഷൻസ് നടക്കാറുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്, തൈറോയ്ഡ് ഇഷ്യൂസ് പോലുള്ളവ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റഡ് ആവാൻ പറ്റാത്ത യൂട്രസിന്റെ കണ്ടീഷൻസ്, അതുമല്ലെങ്കിൽ ഓവത്തിന്റെ ക്വാളിറ്റി കുറവ്, ലോ AMH ഒക്കെ ഉള്ള ആൾക്കാരിൽ അബോർഷൻസിന്റെ ടെൻഡൻസീസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാവരുടെയും കേസിൽ ഫീമെയിൽസിന് മാത്രമുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണമല്ല അബോർഷൻ സംഭവിക്കുന്നത്. പുരുഷ ബീജത്തിന്റെ ക്വാളിറ്റി ഇല്ലായ്മ കാരണവും ഈ അബോർഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്പേമിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം പലപ്പോഴായിട്ടും സ്ത്രീകളിൽ അബോർഷൻസ് നടക്കാറുണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ, അതായത് പുരുഷ ബീജങ്ങളുടെ ക്വാളിറ്റി ഇല്ലായ്മ ഉണ്ടാവാതിരിക്കാൻ, കൺസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 3 മാസം മുന്നെയോ അല്ലെ 6 മാസം മുന്നെയോ ഒക്കെ